ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ ഒന്ന്, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വിധിക്കപ്പെട്ട ആ ഒരു സെൻറ്റൻസ് വധശിക്ഷയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യയുടെ പ്രതികരണം, അതുപോലെ തന്നെ ഫ്രാൻസ് ഉക്രൈന് 100 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്നുള്ളതും ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. NIA ഈ ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരുന്ന ഡോക്ടേഴ്സ് അഥവാ ആ ഒരു തീവ്രവാദികളെ വിട്ടയച്ചു എന്നുള്ള തരത്തിൽ കുറേ ഫേക്ക് ന്യൂസുകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണ്, അങ്ങനത്തെ ചില വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ തന്നെ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തുടങ്ങാം. അപ്പോൾ ഈ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ച് ആൾക്കാരെ റിലീസ് ചെയ്തിട്ടുണ്ട് NIA. പക്ഷേ അത് ഈ പറയുന്ന മാതിരി ഈ നിർണായകമായിട്ടുള്ള പ്രതികളായിട്ടുള്ള ഈ ഷഹീന ഷാഹിൻ, അതുപോലെ തന്നെ ഡോക്ടർ ആദിൽ, ഇമാതിരിപ്പെട്ട ആൾക്കാരെ ഒന്നും അല്ല റിലീസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1500ഓളം ആൾക്കാരെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് NIA, അതേപോലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഇവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് ഇവരെ എല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ, മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കോണ്ടാക്ട് പോയിന്റിലുള്ള എല്ലാ ആൾക്കാരെയും NIA വിരട്ടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. പുറത്തുവിട്ട ഒരു 4-5 പേരുടെ പേര് നമുക്കൊന്ന് നോക്കാം. ഒരു ഡോക്ടർ റെഹാൻ, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ പ്രിയങ്ക ശർമ്മ. ഈ ഡോക്ടർ പ്രിയങ്ക ശർമ്മ MBBS സ്റ്റുഡൻ്റ് ആണ്. അതായത് ഈ അൽഫല മെഡിക്കൽ കോളേജിൽ 70% അവിടെ മുസ്ലിംസിനാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് അവിടെ 70% കുട്ടികൾ മുസ്ലിംസ് ആണെങ്കിലും ബാക്കിയുള്ള 30% ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ സീറ്റുണ്ട്. അപ്പോൾ അവരും കൂടി അവിടെ പഠിക്കുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നോക്കിക്കാണാൻ. അതുപോലെ ഒരു ഡോക്ടർ മുസ്തഖീൻ, പിന്നെ ആ പരിസരത്ത് തന്നെ ഹരിയാനയിലുള്ള ഒരു ഫെർട്ടിലൈസർ സപ്ലൈ ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ വ്യാപാരി ദിനേഷ് എന്നാണ് അയാളുടെ പേര്. ഇത്രയും ആൾക്കാരെയും റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഫെർട്ടിലൈസർ വ്യാപാരി എന്ന് പറഞ്ഞാൽ ഈ അമോണിയം നൈട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ സപ്ലൈ ഇയാളുടെ ഷോപ്പിൽ നിന്നും നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് പോയത്. നാടിനെ നടക്കുന്ന രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് പലരെയും ഗവൺമെന്റിന് അഥവാ NIAക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും, ചോദ്യം ചെയ്യേണ്ടി വരും. ഈ ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള അവരുടെ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവരെ കസ്റ്റഡിയിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാനൊന്നും കഴിയില്ല. അപ്പം അതുകൊണ്ട് നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ട ആൾക്കാരെ വിട്ടയച്ചിട്ടുണ്ട്. ഇനിയും 25 ഡോക്ടേഴ്സിനെ ഈ അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. NIA ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തതിന്റെ കാരണം ഇവർക്കുള്ള കണക്ഷൻ, ഈ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ്. ഇവർക്ക് ഈ പൊട്ടിത്തെറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പേര് വെറുതെ വലിച്ചഴിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് കോൺഫിഡൻഷ്യലായിട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ട് NIA തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ പുറത്തുവിട്ട ആൾക്കാരുടെ പേരാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ തീവ്രവാദ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ജമ്മു കശ്മീരിൽ നിന്നും 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് NIA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ഉറപ്പായിട്ടും കൺഫേം ആയിട്ട് ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ പേര് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ജാസിർ ബിലാൽ വാനി എന്നാണ് ഇയാളുടെ പേര്. ജമ്മു ആൻഡ് കശ്മീരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഈ ഒരു ഡൽഹി സ്ഫോടനവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആ പൊട്ടിത്തെറിച്ച ഉമർ എന്ന് പറഞ്ഞവനുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിൽ നിന്നാണ് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അവരാണ് ഇതിൻ്റെ പുറകിൽ. അതിനൊരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഇന്ത്യക്കുള്ളിൽ 7 സോഷ്യൽ മീഡിയ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇത് പലരും പല മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള ലൊക്കേഷൻസ് ഇവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, കീ ലൊക്കേഷൻസ് ഒക്കെ ഇവർ എക്സ്പോസ് ചെയ്തതിൻ്റെ പേരിലൊക്കെ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ ISI എന്ന് പറഞ്ഞ ആ ഒരു പാകിസ്ഥാൻ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടനയുടെ തലപ്പത്തുള്ള ഒരു ISI ഉണ്ടല്ലോ, അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അജിത് ഡോവൽ, നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ തന്നെ പുള്ളിയുടെ സ്പീച്ചിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ISI ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിംസിനെ മാത്രമല്ല, അവർ ഇന്ത്യക്കുള്ളിൽ കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കുമോ എന്നുള്ളത് വരെ അവർ തിരയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ മിലിറ്ററി ബേസുകൾ, ചെക്ക് പോയിന്റുകൾ, അതുപോലെ തന്നെ ബങ്കറുകൾ, ഇതെല്ലാം തന്നെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ പിന്നീട് ഭാവിയിൽ നടപടി വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള കീ സ്പോട്ടുകളാണ്.
അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത യൂട്യൂബർമാർക്കെതിരെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരുന്ന സമയത്ത്. പാകിസ്ഥാൻ പലതരത്തിലും ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇൻഫർമേഷൻ ചോർത്താൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസർ ത്രൂ ശ്രമിക്കും. അത് മുസ്ലിം ആവണം തന്നെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കിക്കോ. ഇന്ത്യക്കുള്ളിൽ ഡൽഹിയിൽ ഈ തീവ്രവാദ ആക്രമണം നടന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ ലഷ്കർ ടീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ മീറ്റിംഗ് കൂടി അവിടെ വലിയ സദസ്സിൽ ഇവർ പ്രസംഗം നടത്തുകയാണ്. ഇതെല്ലാം തന്നെ ഈ ലഷ്കറും ഈ ജയ്ഷിലും തലപ്പത്തുള്ള ആൾക്കാർ നടത്തുന്ന പ്രസംഗങ്ങളും അതേപോലെ അവരുടെ കൂട്ടായ്മയുമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരുടെ തന്നെ പ്രോക്സികളാണ് ഇത്. ഇതൊക്കെ തെളിവ് സഹിതം വീഡിയോ ഫൂട്ടേജിലുള്ള വിഷയങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ UN പോയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാരെ ഞങ്ങളുടെ പക്കലില്ല എന്ന് പറയും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അംഗീകരിക്കാൻ ഒരു യുണൈറ്റഡ് നേഷൻസ് അവിടെയുണ്ട്. ഇത് പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇനിയിപ്പം ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിലേക്ക് വരാം. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ആ രാജ്യത്ത് ശരിക്കും ഈ അവാമി ലീഗിന് ഒരു വോയിസും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തേക്ക് ഒരു അഡ്വക്കേറ്റിനെ നിയമിച്ചിട്ട്, കാരണം ഓപ്പോസിറ്റ് ആരെങ്കിലും വാദിക്കാൻ വേണമല്ലോ, അപ്പം അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ ഭാഗം വാദിക്കുന്ന രീതിയിൽ ഒരു വക്കീലിനെ ജസ്റ്റ് ഡമ്മി ആയിട്ട് ഏർപ്പാടാക്കിയിട്ട് കോടതിയിൽ കേസ് നടത്തി. അപ്പോൾ ഈ കോടതിയിൽ കേസ് വാദിച്ച വക്കീലിൻ്റെ ആ ഒരു ഫൂട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. എത്രമാത്രം ഹാപ്പി ആയിട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി ഹാജരായ വക്കീലിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ആ ഒരു ഫൂട്ടേജാണ് നിങ്ങൾ കാണുന്നത്. അതായത് അയാൾക്ക് തന്നെ മനസ്സിലായി എന്താണ് അയാൾ ചെയ്തതെന്നുള്ളത്. യുഎസിൻ്റെ ഗവൺമെൻറ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ രീതിയിലൊരു വിധി പുറപ്പെടുവിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ ആഫ്റ്റർനൂണാണ് ഈ ഒരു വിധി വന്നത്. അപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ശരിക്കും ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്നും യുഎസിൻ്റെ സർക്കാർ ഇന്ത്യയുടെ അടുത്ത് അപേക്ഷിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ എത്രയും വേഗം ബംഗ്ലാദേശിൽ എത്തിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അപ്പം ഇന്ത്യ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ കൊടുത്തിരിക്കുന്ന മറുപടി വളരെ വ്യക്തമാണ്. ബംഗ്ലാദേശിൻ്റെ ജനങ്ങളുടെ താല്പര്യം എന്താണോ അത് നടത്താനും ബംഗ്ലാദേശിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഇന്ത്യ ആൻസർ ചെയ്തിരിക്കുന്നത്. ബംഗ്ലാദേശ് ജനങ്ങളുടെ താല്പര്യം എന്താണോ, അല്ലെങ്കിൽ അല്ലാതെ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ നിലവിലെ ഈ ഡോമിനേഷനിൽ നിൽക്കുന്ന തീവ്രവാദ ഭരണകൂടത്തിൻ്റെയോ കാര്യങ്ങളല്ല അവിടെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് പൊതുജനങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ഇന്ത്യ പെരുമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് പൊതുജനങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് കഴിഞ്ഞ 2-3 ദിവസം കൂടെ നിങ്ങൾ കാണുന്നതല്ലേ. അതായത് അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യുഎസ് സർക്കാരിന് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം ഇതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത് അവിടെ. അല്ലാതെ ഇന്ത്യ ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ അങ്ങോട്ട് ബംഗ്ലാദേശിലേക്ക് അയക്കുന്ന പരിപാടിയില്ല. പിന്നെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ കുറച്ച് പണി എടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് പോയാലും കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അമ്മാതിരിയുള്ള തീവ്രവാദികളെയൊക്കെ യുഎസ് ജയിലിനുള്ളിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ തീവ്രവാദികളുടെ സംസ്ഥാന സമ്മേളനമാണ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം ബംഗ്ലാദേശിൻ്റെ ഉള്ളിലേക്ക് ഷെയ്ഖ് ഹസീന പോകണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കുറേ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ആ തയ്യാറെടുപ്പുകൾ നടത്താതെ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഇപ്പം ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പകുതി ബംഗ്ലാദേശ് ഇന്ന് കത്തിയമരും, അത് ഉറപ്പാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പകുതിയോളം ബംഗ്ലാദേശ് കത്തിയമരുന്നതായിരിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ത്യ അത് ചെയ്യില്ല. ഇനി നമ്മൾ നേരെ ഉക്രൈൻ്റെ വിഷയത്തിലേക്ക് പോവാം. ഇത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സെലൻസ്കിയും തമ്മിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്യുന്നത്. അതായത് 100 റഫേൽ ഫൈറ്റർ ജെറ്റുകളാണ് ഉക്രൈന് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 100 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ ഫ്രാൻസ് ഉക്രൈന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഡൗട്ട്, അതായത് നമ്മൾ 26 മറൈൻ റഫേൽ ഫൈറ്റർ ജെറ്റുകളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എവിടെ? ഫ്രാൻസിൻ്റെ അടുത്ത്. ഏപ്രിൽ 2025 നമുക്കത് കിട്ടേണ്ടതാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടും എന്ന് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു 26 റഫേൽ ഫൈറ്റർ ജെറ്റുകൾക്കും നമ്മൾ മുടക്കിയത് 63,000 കോടിയുടെ ആ ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ സൈൻ ചെയ്തത് ഫ്രാൻസുമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 63,000 വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 ഫൈറ്റർ ജെറ്റുകൾക്ക് ഒരു ഫൈറ്റർ ജെറ്റിന് ഏതാണ്ട് 2,400 കോടി വരുന്നുണ്ട്. 2,400 ചില്ലുവാനം 2,400 കോടി നമുക്ക് റൗണ്ടായിട്ട് എടുക്കാം. 2,400 കോടി ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ വില. ഉക്രൈന് ഫ്രാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് 100 എണ്ണമാണ്. അപ്പം 100 എണ്ണം നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 2,40,000 കോടിയാണ് ഈ എഗ്രിമെൻറ്റിൻ്റെ വാല്യൂ വരുന്നത്.
ഇത് 2035 ഇതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ പൂർത്തിയാക്കി സാധനം എത്തിക്കും എന്ന് പറയുന്നത് ഈ 2035 വരെ ഫ്രാൻസ് പറയുന്നത് തന്നെ അവർക്ക് ഇത് മാനുഫാക്ചറിങ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ആ ഒരു ടൈം ലൈനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 2,40,000 കോടി പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉക്രൈനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം ഇതിലുപരിയായിട്ട് യൂറോപ്പിൻ്റെ സൈഡിൽ നിന്നും നോർവേ ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു യൂറോപ്യൻ യൂണിയൻ പ്ലസ് ഈ നാറ്റോ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റ് അവിടെയും വരുന്നുണ്ട്. ഏത് 100 ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് 100 200 ഈ ഉക്രൈനെ എന്താക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇവരിത് കൊടുക്കുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കാണേണ്ടത്. ഈ ഒരു ബഡ്ജറ്റ് ഈ ഫൈറ്റർ ജെറ്റുകളുടെ ഈ ഒരു എമൗണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈൻ പേ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ആ ഒരു തുക വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കൺതുടപ്പ് നാടകം മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതൊരിക്കലും ഉക്രൈനിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡീലല്ല. ഉക്രൈനിന് ഇവരിത് കൊടുക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് ഒറ്റ ലൈനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഒരു ഉഡായിപ്പ് തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് മാത്രമാണ് ഇതിനെ നോക്കിക്കാണാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് യൂറോപ്യൻ സൈഡിൽ നിന്നായിക്കോട്ടെ, നാറ്റോയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഇവരാരും തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞ സാധനങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്തിനു ഭേദം പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഏതാണ്ട് 24 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉക്രൈൻ. ഇതുവരെ കൊടുത്തിട്ടില്ല. റഷ്യയുടെ മിസൈലുകൾ നിരന്തരം വന്ന് തുരുതരാ പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ്റെ ഉള്ളിൽ. എന്നിട്ടും ഇവരാരും തന്നെ അനങ്ങിയിട്ടില്ല. എന്നിട്ടാണ് 2035 യുദ്ധം നടക്കുന്നത് ഇപ്പോഴാണ്. ഇനി 2035 ഫൈറ്റർ ജെറ്റ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ്. ഇത് ആരെ ബോധിപ്പിക്കാനാണെന്നുള്ളതാണ് നമുക്കറിയാത്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.